ഹലോ ഗെയ്സ്, അസ്സലാമലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെള്ളപ്പയർ ഒരു പിടിയെടുത്ത് അത് വിതറി അത് 2-3 ദിവസം നനച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് വളർന്നു കിട്ടും. അപ്പോൾ ഈ ഇല നമുക്ക് നുള്ളിയെടുത്ത് കറിയോ ഉപ്പേരിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇന്നൊരു കറി വെക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നുള്ളിയെടുക്കട്ടെ. ഇതാ ഒരു പാത്രം നമുക്ക് പയറിൻ്റെ ഇല ഒരു പിടി വിതറിയതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല അവരെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായി കുനിയാനായിട്ട് നല്ല കഴുകി അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതിലേക്ക് നമ്മൾ ഒരു കുക്കറിൽ ലേശം പരിപ്പ് 2-3-4 ചീനമുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ നമ്മളുടെ പയറിൻ്റെ ഇല ഇടുകയാണ്. പയറിൻ്റെ ഇല നല്ല ചെളുമ്പാണ്, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിരിക്കും കറി വെച്ചാൽ. അതിലേക്ക് കുറച്ച് വാട്ടർ ഒഴിച്ചു, കുറച്ച് സാൾട്ട് ഇട്ടു, ഉപ്പിട്ടു. പിന്നെ നമ്മൾ കറി വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പും പയറിൻ്റെ ഇലയും ഒക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് താളിക്കാം. അതിലേക്ക് ചെറിയ ഉള്ളി അതുമാതിരി വെളുത്തുള്ളി ആണ് ഞാൻ അരിഞ്ഞ് തൂമിക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് തൂമിച്ചത് ഒഴിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സ്രാവിൻ്റെ കഷ്ണം മേടിച്ചത് പൊരിക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയർ കറിയും സ്രാവിൻ്റെ കഷ്ണം പൊരിച്ചതും നല്ല ചോറും ഇത് കൂട്ടി നമ്മൾ അപ്പോൾ ചോറ് കഴിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.